നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തഹാവൂർ റാണയെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA. കേരള സന്ദർശനവും അന്വേഷിക്കും. റാണയും ഹെഡ്ലിയുമായുള്ള സംഭാഷണങ്ങൾ പുറത്തുവിട്ട US. മുംബൈ ഭീകരാക്രമണം നടത്തിയവർ പാകിസ്ഥാന്റെ ധീരതാ പുരസ്കാരം അർഹിക്കുന്നെന്ന് ഹെഡ്ലിയോട് റാണ. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. ഹൈക്കോടതി ഉത്തരവ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ കടകളടപ്പിച്ച് പോലീസ്. വലഞ്ഞ് ആലപ്പുഴ ബീച്ചിലെ കച്ചവടക്കാർ. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ മുഖ്യപ്രതി NIA കസ്റ്റഡിയിൽ. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത NIA. ഷംനാദ് കേസിൽ മൂന്നാം പ്രതി. കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. വിധി പറഞ്ഞ് പത്തനംതിട്ട സെഷൻസ് കോടതി. പാലക്കാട് നഗരസഭാ ചടങ്ങിനു നേരെ DYFI യൂത്ത് കോൺഗ്രസ് അക്രമം. നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വ നീക്കം. ദിവ്യാംഗരായ കുട്ടികളോടുള്ള വഞ്ചനയെന്ന് E. കൃഷ്ണദാസ്. ശബരീശന് പമ്പയിൽ ആറാട്ട്. തിടമ്പേറ്റി വെളിനെല്ലൂർ മണികണ്ഠൻ. പൈങ്കുനി ഉത്സവം ഇന്ന് സമാപിക്കും. US ചൈന വ്യാപാര യുദ്ധത്തിൽ വിപണി ഉണർവിൽ. ഇന്ത്യൻ ഓഹരി വിപണിയും രൂപയുടെ മൂല്യവും ഉയർന്നു. സ്വർണത്തിന് പൊള്ളുന്ന വില. ഒരു പവന്റെ വില 70,000-ന് തൊട്ടടുത്ത്. വിശദമായ വാർത്തകളിലേക്ക്. അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസ് മുഖ്യാസൂത്രകൻ തഹാവൂർ ഹുസൈൻ റാണയെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA. 18 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക NIA കോടതി അനുവദിച്ചത്. മണിക്കൂറുകൾ നീണ്ട വാദം കേൾക്കലിന് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് കോടതി റാണയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആക്രമണത്തിന് മുൻപ് റാണയുടെ കേരള സന്ദർശനവും NIA അന്വേഷിക്കും. ഡേവിഡ് ഹെഡ്ലിക്ക് ഭാരതത്തിലേക്ക് എത്താനുള്ള വിസ ലഭിക്കാനും റാണ സഹായിച്ചിരുന്നു. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. CBI കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. മുഖ്യമന്ത്രിയുടെ വരവിൽ ആലപ്പുഴ ബീച്ചിലെ കച്ചവടക്കാരെ വലച്ച് പോലീസ്. KPMS സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തുന്നതിനാൽ ബീച്ചിലെ കടകൾ അടച്ചിടണമെന്ന നിർദ്ദേശമാണ് കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാക്കിയത്. അതേസമയം വേദിയോട് ചേർന്ന 38 കടകൾ മാത്രം അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയതെന്നാണ് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രന്റെ വിശദീകരണം. പാലക്കാട് നഗരസഭ ദിവ്യാംഗർക്കായി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ DYFI യൂത്ത് കോൺഗ്രസ് ഗുണ്ടായിസം. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ലെന്നാരോപിച്ച് ശിലാഫലകവും സ്റ്റേജും തകർത്തു. പോലീസിന്റെ കൺമുന്നിലായിരുന്നു അതിക്രമം. പ്രതിഷേധങ്ങൾക്കിടയിലും നഗരസഭാ ചെയർപേഴ്സൺ തറക്കല്ലിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കല്ലിടാൻ അറിയാമെങ്കിൽ കെട്ടിടം പൂർത്തിയാക്കാനും അതിന് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൽകുമെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. RSSനെ എങ്ങനെ എതിർക്കാൻ പറ്റുമെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം K. സുരേന്ദ്രൻ. രാജ്യത്ത് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത്. യൂത്ത് കോൺഗ്രസുകാരെ അവരുടെ നേതാക്കന്മാർ അത് പറഞ്ഞു മനസ്സിലാക്കണമെന്നും K. സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കുന്നതിനെതിരായ പ്രതിഷേധത്തെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സുപ്രധാനമായ സ്ഥാനങ്ങളിലെല്ലാം ഇരിക്കുന്ന വ്യക്തികളെല്ലാം RSSകാരാണ്. RSS നിയമവിധേയമായി ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. DYFIക്കാർക്ക്
യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അവരുടെ നേതാക്കൾ അത് പറഞ്ഞു കൊടുക്കണം. പാലക്കാട് നഗരസഭയിൽ ദിവ്യാംഗർക്കായുള്ള നൈപുണ്യ വികസന സെന്ററിന് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ. ഹെഡ്ഗേവാർ രാജ്യത്തിന് സംഭാവന നൽകിയെന്ന് വിശ്വസിക്കുന്നയാളാണ് താൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് RSS എന്ന് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് KSEBയും പിന്നോട്ട്. ജലസേചന വകുപ്പ് ബഫർ സോൺ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് KSEBയും സമാന തീരുമാനമെടുത്തതെന്നാണ് വിശദീകരണം. എന്നാൽ സർക്കാർ തീരുമാനം പിൻവലിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെന്ന് KSEB അറിയിച്ചു. 15ാം നിയമസഭയുടെ 13ാം സമ്മേളനത്തിലാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി KSEBയുടെ കീഴിൽ വരുന്ന ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് വ്യക്തമാക്കിയത്. ജണ്ട വിട്ട് 20 മീറ്ററിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടയുമെന്നും 100 മീറ്ററിനുള്ളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് NOCയും ഏർപ്പെടുത്താനായിരുന്നു നീക്കം. KSEBയുടെ 59 ഡാമുകളിൽ 24 എണ്ണവും ഇടുക്കിയിലാണ്. ജനങ്ങളിലെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ജനം TV വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ബഫർ സോൺ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി KSEB രംഗത്തെത്തിയത്. 2024 ഡിസംബർ മാസം 24-ാം തീയതി ജലവിഭവ വകുപ്പ് ഡാമുകളെ വിഭാഗങ്ങളായി തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KSEBയുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് സർക്കാർ ഉത്തരവ് പിൻവലിച്ചു. ഈ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി വൈദ്യുതി വകുപ്പ് മുന്നോട്ടു പോകുന്നില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. എന്നാൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണ് വകുപ്പുകൾ നടത്തുന്നതെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. ജനം, ഇടുക്കി. മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്ന കമ്പനികളിലേക്കും ED അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി കരാറുകൾ ഉണ്ടാക്കുകയും പണം നൽകുകയും ചെയ്ത കമ്പനികളിലേക്കാണ് അന്വേഷണം. 12 കമ്പനികൾക്ക് നേരത്തെ SFIO നോട്ടീസ് നൽകിയിരുന്നു. IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്കിന് IT സേവന കരാറുകളുടെ പേരിലായിരുന്നു കമ്പനികൾ പണം കൈമാറിയിരുന്നത്. എക്സാലോജിക്കുമായി ദുരൂഹ പണമിടപാടുകൾ സംശയിച്ച 12 കമ്പനികൾക്ക് 2024 മാർച്ചിലായിരുന്നു SFIO നോട്ടീസ് നൽകിയിരുന്നത്. വർക്കൗട്ടുകൾ, ഇൻവോയ്സുകൾ എന്നിവ ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കൃത്യമായ മറുപടി കമ്പനികൾ നൽകിയിരുന്നില്ല. കമ്പനികൾ സ്വീകരിച്ച സേവനം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള കടലാസ് കമ്പനികൾ ഇവയിലുണ്ടോ, എങ്കിൽ പിന്നിലുള്ളത് ആരെല്ലാമാണ് എന്നിവയാണ് EDയും അന്വേഷിക്കുന്നത്. നൽകാത്ത സേവനങ്ങൾക്ക് 2,72,00,000 രൂപയായിരുന്നു വിവാദ കരിമണൽ കമ്പനി CMRൽ നിന്ന് എക്സാലോജിക് കൈപ്പറ്റിയത്. SFIO കുറ്റപത്രത്തിലാണ് വീണയ്ക്ക് ലഭിച്ച പണത്തിന്റെ കണക്കുകളുമുള്ളത്. ഇതുപോലുള്ള കരാറുകളായിരുന്നു മറ്റ് കമ്പനികൾക്കും എക്സാലോജിക്കുമായി ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ നഷ്ടക്കണക്കുകൾ നിരത്തിയിരുന്ന വീണയുടെ എക്സാലോജിക് വളരെ വേഗം ലാഭത്തിലേക്ക് കുതിച്ചുയർന്നു. വലിയ കരാറുകൾ ലഭിച്ചതോടെയായിരുന്നു ഈ വളർച്ച. കേസിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് തേടി ED വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി. മുഖ്യമന്ത്രി CPMനെ സ്വന്തം കുടുംബത്തിന്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. ആശമാരോട് മുഖ്യമന്ത്രി അഹന്ത കാണിക്കുകയാണ്. ദുരന്ത നിവാരണത്തിന് ലഭിച്ച പണം എവിടെയെന്നും അതിന്റെ കണക്ക് എവിടെയെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. NDAക്ക് ക്രെഡിറ്റ് ലഭിക്കുമെന്ന ആശങ്കയിൽ കേന്ദ്ര പദ്ധതികൾ പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ സർക്കാരും ഇടതുപക്ഷവും ശ്രമിക്കുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. താങ്കളുടെ രക്തത്തിനു വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത്. ഈ അഴിമതി നിറഞ്ഞ, വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന, യാതൊരു മടിയും മറയുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയിട്ടുള്ള, അഴിമതിക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ, അതിനു വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ
ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ആശാ വർക്കേഴ്സ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അരമണിക്കൂർ അവരുമായിട്ട് ഇരിക്കാൻ പറ്റാത്തത്? ദുരന്ത നിവാരണത്തിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലേക്ക് കൊടുത്ത പൈസയുടെ വിനിയോഗത്തിന്റെ കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. സ്വർണ്ണവില റെക്കോർഡുകൾ തിരുത്തി വീണ്ടും ഉയർച്ചയിലേക്ക്. ഇന്ന് ഗ്രാമിന് 185 രൂപയും പവന് 1480 രൂപയും വർദ്ധിച്ചു. ഇതോടെ ഗ്രാമിന് 8745 രൂപയും പവന് 69,960 രൂപയുമായി. അന്താരാഷ്ട്ര സ്വർണ്ണവില $3218 എത്തി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 3/4 ലക്ഷം രൂപയിലധികം നൽകണം. വിവാഹ സീസണായതിനാൽ വില ഉയരുന്നതിനാൽ ഉപഭോക്താക്കളും വ്യാപാരികളും ഒരുപോലെ ആശങ്കയിലാണ്. മലപ്പുറം വേങ്ങരയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയതായി പരാതി. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് പരാതി ഉയരുന്നത്. 1.5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. മുത്തലാഖ് ചൊല്ലുന്ന ഓഡിയോ ജനം ടിവിക്ക് ലഭിച്ചു. മുത്തലാഖിനെതിരെ ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും ഇപ്പോഴും ഇത് തുടരുകയാണെന്ന് തെളിയിക്കുകയാണ് വേങ്ങരയിലെ സംഭവം. 1.5 മാസം മുൻപാണ് മലപ്പുറം ജില്ലയിലെ നടുവട്ടത്ത് യുവതിയെ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. ഇപ്പോൾ വേങ്ങരയിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു. ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി ബന്ധം അവസാനിപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും ജനം ടിവിക്ക് ലഭിച്ചു. അന്നോട് വെച്ചെട്ടിട്ടേ എത്ര നല്ല മുതലല്ലേ ഇപ്പൊ ഇത് വെച്ചെട്ടാൻ പറ്റിയൊരു മുതലേ മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയത് തീർത്തോ അപ്പൊ ഒരു ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടരാം തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ര കാലം ഞാൻ ഉണ്ടാകുന്നു. എനിക്ക് തരാനുള്ള സംഗതി മുഴുവൻ തെന്നീന് ശേഷമാണ് ഒപ്പിടാ എവിടെ വേണമെങ്കിലും ഒപ്പിടാ. അല്ലാതെ എന്റെ ഉടായിപ്പിന്റെ പരിപാടി ഒന്നും നടക്കൂല മോനെ. എന്ത് തരാനുള്ളത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെളിവ് മുഖേന എനിക്ക് തരാനുള്ളത് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല. ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. പിന്നെ ഇതിന്റെ ഒന്നായിട്ട് തിരികും. എന്റെ പെണ്ണ് ആത്മരി പോയിട്ട് തിരിഞ്ഞു നോക്കിയാത്ത ഇജാടാ തിരികാൻ പോകുന്നുണ്ട്. ആദ്യം നല്ല കടം വീട്ടാൻ നോക്കി ഒരു പഞ്ചം മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത സാധനങ്ങൾ. ഒരു കൊല്ലം മുന്നേ ഞാൻ എന്റെ മോളെ കാര്യം തീർക്കാനാണ് ചലിച്ചല്ലേ അല്ലേ. സ്വന്തം കൂടപ്പുറപ്പ് പോയിട്ട് എനിക്ക് ഒരു ഇതില്ലാത്ത മനുഷ്യരാണ്. ഇങ്ങോട്ടാണ് മറ്റുള്ളവരെ നേർക്കെടുക്കുന്നുണ്ട്. ഭർത്തൃ വീട്ടിൽ പീഡനം നേരിട്ടിരുന്നതായും ചോദിച്ചതിനേക്കാൾ 1 പവൻ സ്വർണം കുറഞ്ഞതിന്റെ പേരിലും പീഡനമുണ്ടായിരുന്നുവെന്നും യുവതി പറയുന്നു. പിന്നെ അവര് സ്വർണം ഉരിച്ചു വാങ്ങി ഉമ്മാന്റെ അടുത്ത് കൊടുത്തു. അത് തന്നില്ല. പിന്നെ തന്നിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് എന്റെ മഹർ ഊരി വാങ്ങുന്നത്. പിന്നെ ഒന്നുമില്ല. മഹർ ഊരി വാങ്ങി. 1.5 വർഷം മുൻപായിരുന്നു വേങ്ങര സ്വദേശി തറയാട്ടാൻചാലിൽ വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം. ഇവർക്ക് 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുണ്ട്. 40 ദിവസമാണ് യുവതി ഭർതൃഗൃഹത്തിൽ കഴിഞ്ഞത്. യുവതിയുടെ കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ വീട്ടുകാർ. ജനം, മലപ്പുറം. കരുവന്നൂർ കള്ളപ്പണ കേസിൽ നിർണായക നീക്കവുമായി ഇഡി. അന്വേഷണ കണ്ടെത്തലുകൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും. കേസിൽ CPMന്റെ പങ്കും അന്വേഷിക്കും. കേസിൽ അന്വേഷണ രേഖകൾ കൈമാറിയില്ലെന്ന ക്രൈംബ്രാഞ്ച് വാദവും പൊളിയുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ചു. സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു ഭിക്ഷാടന സമരം. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 8 ദിവസം മാത്രം ശേഷിക്കെ കൂടുതൽ പേരെ നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ജോലിയിൽ അവസരം ഉറപ്പാക്കാൻ സമരം ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമം നടത്തുകയാണ് പാലക്കാട് ജില്ലയിലെ LPSA റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ. ജില്ലയിലെ ഓരോ പ്രദേശങ്ങളിലും വീടുകൾ കയറിയിറങ്ങി കുട്ടികളെ സർക്കാർ വിദ്യാലയത്തിൽ ചേർക്കണം എന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മുടെ LP സ്കൂള് അപ്പൊ അവിടെ നിന്ന് വരികയാണേ. അപ്പൊ 1ാം ക്ലാസ്സിലേക്ക് കുട്ടി എന്തായാലും അവിടെ തന്നെ ചേർത്താൻ പറയും. അവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ 1ാം ക്ലാസ്സിലേക്ക് ചേരുന്ന കുട്ടികൾക്ക് സൈക്കിളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തുള്ള സ്കൂളും അല്ലേ, ഗവൺമെന്റ് സ്കൂളും അല്ലേ.
ചേർത്തിയോ? എവിടെ എങ്ങനെ സ്കൂളിലാണ്? ഞങ്ങള് പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാനുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് വീണ്ടും ഒരു അധ്യയന വർഷം കൂടി എത്തുമ്പോൾ കുട്ടികളെ സർക്കാർ വിദ്യാലയത്തിൽ തന്നെ വിടണമെന്ന് വീടുകൾ കയറിയിറങ്ങി അഭ്യർത്ഥിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ഒരു കൂട്ടം LPSA റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. കുട്ടികൾ കുറയുമ്പോൾ ഡിവിഷനുകൾ ഇല്ലാതാവുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഉദ്യോഗാർത്ഥികൾ വ്യത്യസ്തമായ ആശയം നടപ്പാക്കുന്നത്. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ധാരാളമായിട്ട് വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പല അധ്യാപക തസ്തികകളും നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വേറെ മറ്റുള്ള തസ്തികൾ പോലെയല്ല നമ്മുടെ അധ്യാപക തസ്തിക, കുട്ടികളുണ്ടെങ്കിലേ അധ്യാപകരുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള LPSA ലിസ്റ്റിൽ വെറും 50% താഴെ അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 50% ആൾക്കാർ ഇപ്പോഴും പുറത്താണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനായിട്ട് ഈ ഒരു സ്കൂൾ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ക്യാമ്പയിനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. 3 വർഷമാണ് LPSA ലിസ്റ്റിന്റെ കാലാവധി. 2022 വന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട പകുതി ആളുകൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ലെന്ന് വിവരാവകാശ പ്രകാരം ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സംഘത്തിലെ ഉദ്യോഗാർത്ഥികൾ. 2 മാസത്തിനുള്ളിൽ അന്തിമ പട്ടിക വരും. മുൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുണ്ടായ ദുരനുഭവം തങ്ങളും നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ സ്വന്തം നിലയിൽ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഡിവിഷൻ നമ്മൾക്ക് ചേർത്താൻ കഴിയുമെങ്കിൽ അത്രയും ചേർത്തുക, പൊതുബോധം ഉണ്ടാക്കുക, ജനങ്ങളിൽ പൊതുവിദ്യാലയങ്ങളുടെ മേന്മകൾ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നൽകുന്ന സന്ദേശങ്ങൾ. അപ്പോൾ ഇത് ജനങ്ങളിൽ എത്തിക്കാനും കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിനിങ് നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ കൂട്ടായ്മ അവർക്ക് വേണ്ട എല്ലാതര സഹായങ്ങളും നൽകുന്നുണ്ട്. അതുപോലെ അധ്യാപകരിൽ നിന്ന് നമുക്ക് നല്ല ഒരു ഇമ്പാക്റ്റാണ് കിട്ടുന്നത്. LPSA തസ്തികയിൽ ഒഴിവുകൾ നികത്തണമെങ്കിൽ സർക്കാർ സ്കൂളുകളിലേക്ക് ധാരാളം വിദ്യാർത്ഥികൾ എത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘങ്ങളായി ചെന്ന് പരമാവധി രക്ഷകർത്താക്കളെ നേരിൽ കാണുകയാണ് ഇവർ. ജനം, പാലക്കാട്. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാംസ്കാരിക പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പൗരസാഗരം നാളെ. കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സാഗരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ അണിനിരക്കും. ആശാസമരം 2 മാസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കുന്നത്. 60 ദിനരാത്രങ്ങൾ പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ പൗരസാഗരത്തിൽ അണിചേരും. കേരളം ആശമാർക്കൊപ്പം എന്ന പേരിലാണ് പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയിൽ വിവിധ ജില്ലകളിലെ ആശാപ്രവർത്തകരും ഭാഗമാകും. കുടുംബസമേതമാണ് ആശാപ്രവർത്തകർ പ്രതിഷേധ സംഗമത്തിൽ അണിചേരുന്നത്. സമരം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോഴും സർക്കാർ അനുകൂല സമീപനം കൈക്കൊള്ളുന്നില്ല എന്നതാണ് സമരസമിതിയുടെ പരാതി. 4 തവണ ചർച്ച നടന്നെങ്കിലും അതും ഫലം കണ്ടില്ല. സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കും. പൗരസംഗമത്തിന് പിന്നാലെ ഈ മാസം 13-ാം തീയതി സമരസമിതി തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കും. ഒത്തുതീർപ്പ് ഭാഗത്ത് സർക്കാർ വരുന്നതുവരെ രാപ്പകൽ സമരവും നിരാഹാര സത്യാഗ്രഹവും തുടരാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? കാരണം ഈ പ്രതിക്കെതിരെ ജനവികാരം വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് എത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം? തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുളത്തിന് സമീപത്തേക്ക് പ്രതിയെ എത്തിച്ച് ഇപ്പോൾ തിരികെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിശക്തമായിട്ടുള്ള പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നത്. നാട്ടുകാരെല്ലാം തന്നെ രോഷാകുലരാണ്. ഇപ്പോൾ ഈ കുളത്തിന് സമീപത്ത് എത്തിച്ച് എങ്ങനെയാണ് കൃത്യം നടത്തിയത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രതിയോട് ആരാഞ്ഞിരുന്നു. പ്രതി എല്ലാം നടന്നതെല്ലാം തന്നെ കൃത്യമായി വിവരിക്കുകയും ചെയ്തു. ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞ് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ പ്രതി ആ കുട്ടിയെ എതിർത്തപ്പോൾ താൻ അതിനെ മുഖം പൊത്തിപ്പിടിച്ചുവെന്നും
പിന്നീട് അത് പുഴയിലേക്ക് ഈ ഒരു കുളത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് പറയുന്നത്. വീണ്ടും ആ കുട്ടി കരയ്ക്ക് കയറാൻ വന്നപ്പോൾ താൻ വീണ്ടും ഇത്തരത്തിൽ ഉള്ളിലേക്ക് ഈ കുളത്തിലേക്ക് തന്നെ വീണ്ടും തള്ളിയിട്ടു. അങ്ങനെ 2 തവണ പ്രതി ഈ കുട്ടിയെ ഈ കുളത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഈ കുളത്തിന് കരയിൽ വെച്ച് തെളിവെടുപ്പിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ കൃത്യമായി പറയേണ്ടിയിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്നത്. നാട്ടുകാരെല്ലാം തന്നെ പ്രതിയെ കൈയേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് നടന്നു. വലിയ പോലീസിനകത്തിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനവികാരം പ്രതിക്കെതിരെ ഉയരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി ഉപ്പുതറയിൽ കടബാധ്യതയെ തുടർന്ന് ജീവൻ ഒടുക്കിയ കുടുംബത്തിലെ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുന്നു. സജീവന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സജീവനൊപ്പം ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരെയാണ് ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും ആത്മഹത്യ ചെയ്തതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുടെ ആരോപണത്തിൽ ഉപ്പുതറ പോലീസ് അന്വേഷണം തുടങ്ങി. കടബാധ്യതയ്ക്ക് പുറമെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വൈകിട്ടോടെ 4 പേരുടെയും സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന എൻ പ്രശാന്ത് IASന്റെ ആവശ്യം അംഗീകരിക്കില്ല. ഹിയറിംഗ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത് രഹസ്യ സ്വഭാവമുള്ളതാണെന്ന് സർക്കാർ വ്യക്തമാക്കി. ഈ മാസം 16-നാണ് ഹിയറിംഗിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഹിയറിംഗിന് വിളിച്ചതിന് പിന്നാലെ വിചിത്ര ആവശ്യവുമായി സസ്പെൻഷനിൽ കഴിയുന്ന IAS ഓഫീസർ എൻ പ്രശാന്ത് കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത്. ഹിയറിംഗിന്റെ ഓഡിയോയും വീഡിയോയും റെക്കോർഡ് ചെയ്യണം, ലൈവ് സ്ട്രീമിംഗിലൂടെ പൊതുജനത്തെ കാണിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥനെ നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായ പ്രശാന്തിനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഹിയറിംഗിന് വിളിപ്പിച്ചത്. 16-ന് വൈകിട്ട് 4:30-ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയതും. അതേസമയം ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന എൻ പ്രശാന്ത് IASന്റെ ആവശ്യം അംഗീകരിക്കില്ല. ഹിയറിംഗ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത് രഹസ്യ സ്വഭാവമുള്ളതാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ശക്തമായ തിരയിൽപ്പെട്ട് ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം. കഴിഞ്ഞ വർഷം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന അതേ സ്ഥലത്ത് സ്ഥാപിച്ച ബ്രിഡ്ജാണ് ഇന്നും തകർന്നത്. ശക്തമായ തിരയിൽപ്പെട്ട് ഇന്നലെ പുലർച്ചെയോടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. 3ആയി ഒടിഞ്ഞുമാറിയ പാലത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കടലിൽ ഒഴുകി നടക്കുന്ന പാലം കരയ്ക്കെത്തിക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. പാലം തുറന്നു കൊടുക്കുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനയ്ക്കായി സ്ഥാപിച്ചതായിരുന്നു ഇത്. ഇന്നലെ പുലർച്ചെയോടെ ശക്തമായ തിരയിൽപ്പെട്ട് തകർന്നു വീഴുകയായിരുന്നു. 2024 പുതുവത്സര ദിനത്തിലാണ് തിരുവനന്തപുരം വർക്കലയിൽ പാവനാശം കടൽത്തീരത്തോട് ചേർന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. 3 മാസങ്ങൾക്ക് ശേഷം തിരയിൽപ്പെട്ട് ബ്രിഡ്ജ് തകരുകയും 20-ലധികം പേർ കടലിൽ വീഴുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച പാലം കഴിഞ്ഞയാഴ്ചയാണ് വീണ്ടും സ്ഥാപിച്ചത്. രണ്ടാമത് സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുന്നതിനുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടയിലാണ് പാലം വീണ്ടും തകരുന്നത്. ജനം, തിരുവനന്തപുരം. ആലപ്പുഴയിലെ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്നത് ഒരു നടന് മാത്രമെന്ന് സൂചന. മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത ശ്രീനാഥ് ഭാസിയെ ആയിരിക്കും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുക. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശ്രീനാഥ് ഭാസിക്ക് അടുത്തയാഴ്ച നോട്ടീസ് അയക്കും. തന്നോട് കഞ്ചാവ് വേണോ എന്ന് ചോദിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തതായി ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇത് കഞ്ചാവ് ഇടപാട് നടന്നതിന്റെ സൂചനയായാണ് എക്സൈസ് വിലയിരുത്തൽ. ശ്രീനാഥ് ഭാസിയെ ആദ്യം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിക്കുക. അടുത്ത ആഴ്ചയോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് നൽകുമെന്നാണ് സൂചന. അതിനുള്ളിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താന, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ഫിറോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയതിന്റെ ഫലവും വരും. ശക്തമായ തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ. തസ്ലീമയുടെ ഫോണിൽ നിന്നും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലഹരി ഇടപാടിന്റെ നിർണായക തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ്. പിടിയിലായ സുൽത്താൻ അക്ബർ അലി ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ളതായും രാജ്യാന്തര കള്ളക്കടത്ത് റാക്കറ്റിന്റെ കണ്ണിയാണെന്നും സൂചനയുണ്ട്. രാജ്യാന്തര ബന്ധത്തിന്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണത്തിന് മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടുന്നതും എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ജനം, ആലപ്പുഴ.
മലപ്പുറത്തെ MDMA കേസിൽ ഉഗാണ്ട സ്വദേശിയുടെ അറസ്റ്റിൽ നിർണായകമായത് മുഖ്യപ്രതിയുടെ ഫോൺ സംഭാഷണം. പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യപ്രതിയുടെ ഫോൺ സംഭാഷണം പുറത്ത്. ലഹരിയുടെ പേരിൽ നാട്ടുകാർ സദാചാര പ്രശ്നമുണ്ടാക്കുന്നുവെന്നായിരുന്നു അസീസിന്റെ പരാതി. നാട്ടുകാരെ പഴി പറഞ്ഞ അസീസ് ദിവസങ്ങൾക്കകം MDMAയുമായി പിടിയിലായി. 200 ഗ്രാം MDMA ആണ് പിടികൂടിയത്. തുടരന്വേഷണത്തിലാണ് ബംഗളൂരുവിൽ നിന്നും ഉഗാണ്ട സ്വദേശിനിയെ അരീക്കോട് പോലീസ് പിടികൂടിയത്. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. മാപ്രാണം സ്വദേശി ജോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. കാട്ടുകൊമ്പൻ ഓട്ടോറിക്ഷയുടെ റെക്സിനുകൾ കുത്തിക്കേറി. കമ്പികൾ മുഴുവൻ വളച്ച് നശിപ്പിച്ച നിലയിലായിരുന്നു. ഇന്ന് രാവിലെയോടെ പ്രദേശവാസികളാണ് ഓട്ടോറിക്ഷ തകർത്ത നിലയിൽ കണ്ടത്. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനാ നേതാവിനെതിരെ വിജിലൻസ് കോടതിയിൽ പരാതി. എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് P. ഹണിക്കെതിരെയാണ് ഹർജി. സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ കടത്തി 25 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന വാർത്ത പുറത്തുവിട്ടത് ജനം ടിവിയാണ്. CPM നിയന്ത്രണത്തിലുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റും പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായ P. ഹണിക്കെതിരെ BJP നേതാവായ അഡ്വക്കേറ്റ് RS രാജീവാണ് വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയത്. സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ അനധികൃതമായി കടത്തി 25 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവം ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതിയിൽ പരാതി എത്തുന്നത്. ബിനു എന്ന ദിവസവേതനക്കാരനെ അനധികൃതമായി നിയമിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. ഹണിയുടെ വിശ്വസ്തനായ ഇയാളെ ഉപയോഗിച്ച് സെക്രട്ടേറിയറ്റിലെ ആക്രി വസ്തുക്കൾ കരമനയിലെ മുത്തുവേൽ എന്ന ആക്രി വ്യാപാരിക്ക് വിൽക്കുകയും തുക ഹണിയുടെ സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതുമായിരുന്നു തട്ടിപ്പിന്റെ രീതി. ആക്രി വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാനുള്ള പാസ് അനധികൃതമായി നൽകിയതും ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹണി തന്നെയായിരുന്നു. സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ ലംഘനം നടത്തിയ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ 25 ലക്ഷത്തിൽ കൂടുതൽ തട്ടിയെടുത്ത വിവരം പുറത്തുവരുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചതിൽ ഹണിക്കെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രകോപന മുദ്രാവാക്യമുയർത്തി പൊതുനിരത്തിൽ സർക്കാർ ജീവനക്കാരെ അണിനിരത്തി പ്രതിഷേധിച്ചതിനും ഹണിക്കെതിരെ പരാതിയുണ്ട്. ജനം, തിരുവനന്തപുരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെക്കാലം അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. നിലവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കൊല്ലം ചാത്തന്നൂരിൽ വച്ചാകും സംസ്കാര ചടങ്ങുകൾ. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ മുഖ്യപ്രതി ഷംനാദ് NIA കസ്റ്റഡിയിൽ. ഈ മാസം 16 വരെയാണ് കസ്റ്റഡി. ഏപ്രിൽ 9 മുതൽ 7 ദിവസത്തെ കസ്റ്റഡി ലഭിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ 3ാം പ്രതിയാണ് ഷംനാദ്. PFI ഭീകരവാദി സംഘമായിരുന്നു കൊലപാതകം നടത്തിയത്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജാമ്യം നൽകരുതെന്നും പ്രായപൂർത്തിയാകാത്ത കാര്യം കേസിൽ പരിഗണിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് വിമർശനം. മരണം നടന്ന് ആദ്യ 3 ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കാതിരുന്നതാണ് പ്രതി രക്ഷപ്പെടാൻ കാരണം. IB ഉദ്യോഗസ്ഥയെ പ്രതി ലൈംഗികമായ ചൂഷണത്തിന് വിധേയമാക്കിയെന്ന വിവരം പോലും പോലീസിന് കണ്ടെത്താനായില്ല. ഒളിവിൽ പോയ സുഹൃത്ത് സുകാന്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. തലസ്ഥാനത്തെ റെയിൽവേ ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും ആത്മഹത്യ എന്ന നിലയിൽ അന്വേഷണം ആരംഭിച്ചതു മുതൽ തുടങ്ങുന്നതാണ് പോലീസിന്റെ വീഴ്ച. മരണം നടന്ന് ആദ്യ ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ പോലീസിന് സാധിച്ചില്ല. ഇതാണ് പ്രതി സുകാന്തിന് രക്ഷപ്പെടാൻ സഹായമായതും. ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരോപണ വിധേയനായ സുഹൃത്ത് സുകാന്തിന്റെ വിവരം കുടുംബം പറഞ്ഞാണ് പോലീസ് അറിയുന്നത്. കൂടാതെ സുകാന്ത് ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന വിവരം പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതും
വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. ഇതിനിടയിൽ അപകട സൂചന മുൻകൂട്ടി മനസ്സിലാക്കി സുഗാന്ത് തന്ത്രപരമായി രക്ഷപ്പെടുകയും ചെയ്തു. നിലവിൽ സുഗാന്തിനായുള്ള തിരച്ചിലാണ് പോലീസ്. 2 സംഘങ്ങളായി തിരഞ്ഞ് കേരളത്തിന് അകത്തും പുറത്തുമായാണ് പോലീസിന്റെ തിരച്ചിൽ. കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഐപാഡും മൊബൈൽ ഫോണും അടക്കമുള്ളവ കണ്ടെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് സുഗാന്ത് നിരവധി തവണ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൂടാതെ പലതവണയായി 3 ലക്ഷത്തിലധികം രൂപ യുവതിയിൽ നിന്ന് സുഗാന്ത് തട്ടിയെടുത്തുവെന്നും പരാതിയുണ്ട്. ഇതിനെല്ലാമുള്ള ഉത്തരം ലഭിക്കേണ്ടത് സുഗാന്തിൽ നിന്നാണ്. എന്നാൽ സുഗാന്ത് എവിടെയെന്നതിന് കൃത്യമായ ഉത്തരം പോലീസിന്റെ പക്കലില്ല. ജനം, തിരുവനന്തപുരം. കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. കായംകുളം സ്വദേശി നൌഫലിനെയാണ് കോടതി ശിക്ഷിച്ചത്. പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2020 സെപ്റ്റംബർ 5-നാണ് കേസിനാസ്പദമായ സംഭവം. കനിവ് 108 ആംബുലൻസ് ഡ്രൈവറായിരുന്ന നൌഫൽ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി ആറന്മുളയിലെ മൈതാനത്ത് വെച്ചാണ് യുവതിയെ പീഡിപ്പിച്ചത്. പീഡിപ്പിച്ച ശേഷം പ്രതി ആംബുലൻസ് ഓടിക്കുന്നതിനിടെ ക്ഷമാപണം നടത്തുന്നത് അതിജീവിത മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. പെരുമ്പാവൂരിലെ തൊഴിൽ പീഡനത്തിൽ അറസ്റ്റിന് മടിച്ച് പോലീസ്. സ്ഥാപനത്തിലെ മുൻ മാനേജർക്കെതിരെ 2 കേസുകളാണ് പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ മടിച്ച പോലീസ് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. വടകര സ്വദേശിയായ മുൻ മാനേജർ മനാഫിനെ അന്വേഷിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരെ ടാർഗറ്റ് തികച്ചില്ലെന്നാരോപിച്ച് നായയെപ്പോലെ നടത്തിച്ച സംഭവത്തിലാണ് അന്വേഷണം ഇഴയുന്നത്. നേരത്തെ പ്രചരിച്ച ദൃശ്യത്തിൽ കാണുന്ന 2 യുവാക്കളുടെയും സമാനമായ പീഡനം നേരിടേണ്ടി വന്ന മുൻ ജീവനക്കാരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വടകര സ്വദേശിയും സ്ഥാപനത്തിലെ മുൻ മാനേജറുമായ മനാഫ് എന്നയാൾക്കെതിരെയാണ് കേസ്. മനാഫിനെ പിടികൂടാൻ കോഴിക്കോട്ടേക്ക് പോകുമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാൽ കേസെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്താൻ മുൻ മാനേജർ മനാഫാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് സ്ഥാപനമുടമ പറയുന്നത്. നിലവിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും പരാതി നൽകിയിട്ടില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ തൊഴിൽ വകുപ്പാണ് നടപടിയെടുക്കേണ്ടതെന്നുമാണ് പോലീസ് നിലപാട്. അതേസമയം പരാതി ഉയർന്ന പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന സ്ഥാപനത്തിൽ തൊഴിൽ വകുപ്പ് കൂടുതൽ ജീവനക്കാരുടെ മൊഴിയെടുക്കും. കെൽട്രോയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന കമ്പനിയുടെ ഗോഡൌണുകളിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ജനം, കൊച്ചി. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലെ VC നിയമനത്തിൽ ഈ മാസം 15-ന് സെർച്ച് കമ്മിറ്റി യോഗം ചേരും. ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി കേരള സർവകലാശാല മുൻ VC ഡോക്ടർ ഇക്ബാൽ കൺവീനറായ കമ്മിറ്റി യോഗം ചേരാനാണ് നീക്കം നടക്കുന്നത്. UGCയുടെ 2025-ലെ കരട് റെഗുലേഷൻ നിയമമാകുന്നതിന് മുൻപ് തിരക്കിട്ട് VCയെ നിയമിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കം എന്നാണ് ആക്ഷേപം. പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി VCയെ തിരഞ്ഞെടുക്കുന്നതിന് കേരള സർവകലാശാല മുൻ VC ഡോക്ടർ ഇക്ബാൽ കൺവീനറായ കമ്മിറ്റി ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. UGCയുടെ 2025-ലെ കരട് റെഗുലേഷൻ നിയമമാകുന്നതിന് മുൻപ് തിരക്കിട്ട് VCയെ നിയമിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തിരക്കിട്ടുള്ള സെർച്ച് കമ്മിറ്റി യോഗം. നിലവിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഗവർണറുടെ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി രാഷ്ട്രപതി അനുമതി നിഷേധിച്ച നിയമസഭ പാസാക്കിയ ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള 5-അംഗ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത്. വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായി കേരള സർവകലാശാല മുൻ VC ഡോക്ടർ B ഇക്ബാൽ, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി കാർഷിക യൂണിവേഴ്സിറ്റി മുൻ VC ഡോക്ടർ P രാജേന്ദ്രൻ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രതിനിധിയായി ഡോക്ടർ രാമൻ സുകുമാർ, ICAR പ്രതിനിധി ഡോക്ടർ രാഘവേന്ദ്ര ഭട്ട, UGC പ്രതിനിധി പ്രൊഫസർ നീലിമ ഗുപ്ത എന്നിവരാണ് സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയിലുള്ളത്. തിരുവനന്തപുരം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് കമ്മിറ്റി യോഗം ചേരുന്നത്. സംസ്ഥാനത്തിന് പുറത്തുള്ള 2 കമ്മിറ്റി അംഗങ്ങൾക്കുള്ള വിമാനയാത്രാ ടിക്കറ്റ് സർവകലാശാല ചെലവിൽ നൽകിയിട്ടുണ്ട്. നാളിതുവരെ ഗവർണറാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത്. തുടർന്ന് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ VCയെ നിയമിക്കും. ആദ്യമായാണ് ഗവർണറുടെ പ്രതിനിധിയെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി സർക്കാർ തലത്തിലെ VC നിയമന നീക്കം നടക്കുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള എതിർപ്പിനെ തുടർന്നാണ് സർക്കാർ നേരിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഗവർണറുടെ അംഗീകാരം കൂടാതെ ചട്ടവിരുദ്ധമായി സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ ശുപാർശ പുതിയ ഗവർണർ അംഗീകരിക്കാനുള്ള സാധ്യതയുമില്ല. ജനം, തിരുവനന്തപുരം. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി എൽസൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാൻ 17 കോടി രൂപ കൂടി സർക്കാർ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി. 17 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാനാണ് നിർദ്ദേശം.
നേരത്തെ കെട്ടിവെച്ച 26 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത്. തുകയുടെ കാര്യത്തിൽ അന്തിമ ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും തീരുമാനമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മുനമ്പം ഭൂമി കേസിൽ വഖഫ് ട്രൈബ്യൂണൽ ഈ മാസം 21 മുതൽ വാദം കേൾക്കും. 1988-ൽ 74 പേർക്കും 1991-ൽ 181 പേർക്കും ഭൂമി വിറ്റതായി ഫറൂഖ് കോളേജ് കോടതിയിൽ പറഞ്ഞു. ആകെ 255 പേർക്കാണ് ഭൂമി വിറ്റത്. അനഘ ഹർഷൻ ചേരുന്നു വിവരങ്ങളുമായി. അനഘ, പറയൂ. മുനമ്പം ഭൂമി കേസിൽ വഖഫ് ട്രൈബ്യൂണൽ ഈ മാസം 21 മുതൽ വാദം കേൾക്കും. 1988-ൽ 74 പേർക്കും 1991-ൽ 181 പേർക്കും ഭൂമി വിറ്റതായി ഫറൂഖ് കോളേജ് കോടതിയിൽ പറഞ്ഞു. ആകെ 255 പേർക്കാണ് ഭൂമി വിറ്റത്. കഴിഞ്ഞ ദിവസമായിരുന്നു വാദപ്രതിവാദങ്ങളുടെ 3 ദിവസം പൂർത്തിയായത്. ഇന്നലെ വഖഫ് ബോർഡിന്റെ വാദം വഖഫ് ട്രൈബ്യൂണൽ തള്ളിയിടുന്നു. രേഖകൾ ഹാജരാക്കണമെന്നുള്ള ആവശ്യമാണ് വഖഫ് ട്രൈബ്യൂണൽ തള്ളിയത്. അതിനനുസരിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് പറയുകയും ചെയ്തിരുന്നു. കണ്ണൂർ പിണറായി കാപ്പുമ്മലിൽ BJP പ്രവർത്തകർക്ക് നേരെ CPM ആക്രമണം. BJP പ്രവർത്തകരായ എസ് ജീവൻ, രാജീവൻ, ഇ രമേശൻ, രാജേഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പുല്യോട്ടുംകാവിൽ ഉത്സവ ഘോഷയാത്രയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന BJP പ്രവർത്തകരെ വാഹനം തടഞ്ഞു നിർത്തി CPMകാർ ആക്രമിക്കുകയായിരുന്നു. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ഇന്നലെ രാത്രി ഏതാണ്ട് 9:30യോടുകൂടിയാണ് സംഭവം നടന്നത്. അവിടെ കണ്ണൂർ പിണറായി കാപ്പുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് പുല്ലോട്ടുകാവിൽ ഉത്സവം നടക്കുകയായിരുന്നു. ഇതിനിടെ ഘോഷയാത്രയ്ക്ക് സമീപത്തുകൂടി ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു BJP പ്രവർത്തകർ. ഇതിനിടെയാണ് ഈ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തുകയും BJP പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത്. 4 BJP പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. എ സജീവൻ, രാജീവൻ, ഇ രമേശൻ, രാജേഷ് എന്നിവർക്കാണ് ഈ ഒരു അക്രമത്തിൽ പരിക്കേറ്റത്. 2 പേരുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് 2 പേർക്ക് കൈക്കും മുഖത്തും ശരീരത്താകമാനം മർദ്ദനമേറ്റിട്ടുണ്ട്. ഇടിക്കട്ടയും മറ്റും ഉപയോഗിച്ചാണ് ഈ സംഘം അക്രമം നടത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPM പ്രാദേശിക നേതാക്കളെ അടക്കം പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ BJP പ്രവർത്തകർ ഇപ്പോൾ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഹിണി, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. പഴയ വാഹനത്തിന്റെ ചേസ് നമ്പർ മാറ്റിയും പാർട്സുകൾ ഘടിപ്പിച്ചും അനധികൃത വാഹന വിൽപ്പന നടത്തിയെന്ന ഗുരുതര പരാതി കണ്ടില്ലെന്ന് നടിച്ച പോലീസ്. സംഭവത്തിൽ അന്വേഷണം നടത്താനോ കേസെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം. കേസെടുത്ത് അന്വേഷണം നടത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് പ്രതിക്കൂട്ടിലാകുമെന്ന് പരാതിക്കാരൻ പ്രതീഷ് പറയുന്നു. ഇത് മലപ്പുറം സ്വദേശി പ്രതീഷ് 1,40,000 രൂപ നൽകി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി. സ്കൂട്ടർ ഓടിച്ചു തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ വണ്ടി വർക്ക്ഷോപ്പിലായെന്ന് പ്രതീഷ് തന്നെ പറയുന്നു. വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. വണ്ടി എടുത്തന്ന് മുതലേ ഓരോ കംപ്ലൈൻറ്റുകളാണ്. അത് വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റക്കായി പോവുക, പിന്നെ റണ്ണിങ് തന്നെ വണ്ടി ഓഫാവുക, പല പ്രശ്നങ്ങളും. അങ്ങനെ ഞാൻ അതായത് ഓരോ ദിവസം ഇടവിട്ട് അവിടെ അങ്ങനെ സർവീസ് സെന്റർ കയറി ഇറങ്ങുക വരെ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സ്കൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ചേസ് നമ്പർ മാറ്റി പഴയ വാഹനത്തിന്റെ പാർട്സുകൾ ഘടിപ്പിച്ച് പുറത്തിറക്കിയ വണ്ടിയാണ് തനിക്ക് ലഭിച്ചതെന്ന് പ്രതീഷ് തിരിച്ചറിയുന്നത്. ഫാത്തിമ ഹോസ്പിറ്റലിൽ അവിടെ ഒരു കൊമാക്കി ഷോറൂം ഉണ്ടായിരുന്നു. ആ ഷോറൂം കത്തിപ്പോയതാണ്. അപ്പോൾ അവിടുന്ന് കത്തി വണ്ടിയുള്ള കമ്പനി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോട്ടൽ ലോസ് ആയ ചേസുകളാണ് ഇവരെടുത്ത്, കുറച്ച് ചേസുകളെടുത്ത് പുതിയ വണ്ടികൾ ആക്കി കൊടുത്താണ് ഇവർ. പരാതി പറയുന്ന അതുൽ എന്ന വ്യക്തി അവിടെ വരികയും അവിടുന്ന് CIന് മുമ്പാകെ പറഞ്ഞതാണ്. അത് അവൻ ചെയ്തിട്ടുണ്ട്, അവനെ ഫിറ്റ് ചെയ്തതെന്നും ചേസ് നമ്പർ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചതാണെന്നും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ CIക്ക് മുമ്പാകെ മൊഴി കൊടുത്താണ് അവൻ. തെളിവ് സഹിതം തട്ടിപ്പ് നടത്തിയവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല. മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകി. യാതൊരു അന്വേഷണവും നടന്നില്ല. അന്വേഷണം നടന്നാൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ആദ്യം പ്രതിക്കൂട്ടിലാവുക. അതുകൊണ്ട് തന്നെയാണ് പോലീസും കേസെടുക്കാത്തതെന്ന് പരാതിക്കാരൻ പറയുന്നത്. കമ്മീഷണർക്ക് 2 പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്.
കമ്മീഷണർ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. അതുമാതിരി എൻഫോഴ്സ്മെൻറ്റ് RTO കാണിച്ചു, അവർ വേറെ വണ്ടി കാണിച്ചാൽ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. വേറെ വണ്ടി കാണിച്ചു, പക്ഷെ അവർ റിപ്പോർട്ട് തരാൻ പറ്റില്ല എന്ന് അവർ പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഉപഭോക്തൃ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 തവണ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ സ്കൂട്ടർ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്നതാണ് വലിയ വെല്ലുവിളി. ഇനി ആരോടാണ് പരാതി പറയേണ്ടതെന്നാണ് പരാതിക്കാരന്റെ ചോദ്യം. ജനം, കോഴിക്കോട്. ഭക്തസഹസ്രങ്ങളുടെ ശരണം വിളികളെ സാക്ഷിയാക്കി അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട്. ആറാട്ടിന് ശേഷം ഭഗവാനെ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തി. വൈകിട്ട് 4 മണിവരെ ഭക്തർക്ക് ദർശനത്തിനും പറ വഴിപാട് സമർപ്പിക്കുന്നതിനും സൗകര്യമുണ്ട്. പമ്പയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 9 മണിയോടെ ആറാട്ട് ബലിക്ക് ശേഷമാണ് ഭഗവാൻ ആനപ്പുറത്ത് പമ്പയിലേക്ക് എഴുന്നള്ളിയത്. പമ്പയിൽ ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ഭഗവാന്റെ തിടം ഏറ്റുവാങ്ങി ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിച്ചു. കണ്ഠരര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ആറാട്ട്. പൈങ്കുനി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് ഇന്ന്. ശംഖുമുഖം കടലിലെ ആറാട്ട് കടവിൽ വൈകിട്ടോടെയാണ് ആറാട്ട് ചടങ്ങുകൾ നടക്കുന്നത്. ആറാട്ട് ഘോഷയാത്ര റൺവേയിലൂടെ കടന്നുപോകുന്നതിനാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ന് 5 മണിക്കൂർ അടച്ചിടും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം ശംഖുമുഖത്ത് നടക്കുന്ന ആറാട്ടോടെ ഇന്ന് കൊടിയിറങ്ങുകയാണ്. പ്രധാന ചടങ്ങുകളിലൊന്നായ പള്ളിവേട്ട ഇന്നലെ നടന്നു. ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ 5 മണിക്കൂറോളം നിർത്തിവെക്കും. ഇന്ന് വൈകുന്നേരം 4:45 മുതൽ 9 മണി വരെയായിരിക്കും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയെന്ന് തിയാൽ അറിയിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ പുതുക്കിയ സമയം അതാത് വിമാന കമ്പനികളിൽ ലഭ്യമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഘോഷയാത്ര കടന്നുപോകുന്നതിനായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേ വർഷത്തിൽ 2 തവണ അടച്ചിടാറുണ്ട്. വിഗ്രഹങ്ങളുടെ ആചാരപരമായ ആറാട്ടിനായി ശംഖുമുഖം കടലിലേക്കുള്ള യാത്രയുടെ ഭാഗമായുള്ള ആചാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. 1932 വിമാനത്താവളം സ്ഥാപിച്ചതിനു ശേഷവും ഈ ആചാരം തുടർന്നു. എല്ലാ വർഷവും ഈ 2 ദിവസങ്ങളിൽ വിമാന സർവീസുകൾ പുനഃക്രമീകരിക്കും. ഇന്നത്തെ ആറാട്ടിന് ശേഷം നടക്കുന്ന വിശേഷാൽ ചടങ്ങുകളോടെ പൈങ്കുനി ഉത്സവം കൊടിയിറങ്ങും. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ അതിപുരാതനമായ നൊച്ചിയൂർ പുളിങ്കോട്ടുകണ്ഠൻ ശാസ്താക്ഷേത്രത്തിലെ മുഖമണ്ഡപ സമർപ്പണം ഇന്ന്. ജനം TV MD ചെങ്കൽ എസ് രാജശേഖരൻ നായരും കുടുംബവും ക്ഷേത്ര മുഖമണ്ഡപം നാടിന് സമർപ്പിക്കും. പൊതുസമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തെക്കൻ തിരുവിതാംകൂറിലെ അതിപുരാതനമായ നൊച്ചിയൂർ പുളിങ്കോട്ടുകണ്ഠൻ ശാസ്താക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്രമഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് ക്ഷേത്രമുഖമണ്ഡപം നാടിന് സമർപ്പിക്കും. ജനം TV MDയും ക്ഷേത്ര ട്രസ്റ്റ് രക്ഷാധികാരിയുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായരും കുടുംബവുമാണ് ക്ഷേത്രമുഖമണ്ഡപം നാടിന് സമർപ്പിക്കുക. 4 ചുമരുകൾ മാത്രമുണ്ടായിരുന്ന ക്ഷേത്രം ഈ വിധം പുനർനിർമ്മിക്കാനായത് പ്രത്യേക അനുഭൂതിയെന്ന് ചെങ്കൽ എസ് രാജശേഖരൻ നായർ പറഞ്ഞു. ഈ ഒരു സംഭവത്തിൽ ഇതൊക്കെ ഈ ക്ഷേത്രമൊക്കെ ചെയ്യുവാനൊക്കെ സാധിച്ചത് എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തുവെങ്കിലും ഇതെൻ്റെ നാട്ടിൽ വന്നിട്ട് ഇത് ചെയ്ത് ഈ നാട്ടിന് സമർപ്പിക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൽ നിന്നും നമുക്ക് ഒരുപാട് മനസ്സമാധാനം കിട്ടും. അത് ഈ നാട്ടിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഞാനിവിടെ ക്ഷേത്രം ചെയ്തു. അവരുടെ ശൗചാലയം, ടോയ്ലറ്റും സൗകര്യമൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 500 വർഷം പഴക്കമുള്ള ക്ഷേത്രം ശനിദോഷ നിവാരണത്തിന് പേരുകേട്ടതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ. വളരെ ആൾക്കാരുടെ വളരെ സഹകരണത്തോടു കൂടിയിട്ട് ജാതിമത വ്യത്യാസം കൂടാതെ എല്ലാ ആൾക്കാരെയും സഹകരിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ക്ഷേത്രം ശനിദോഷത്തിന് തെക്കൻ തിരുവിതാംകൂറിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടെയാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ ദർശനം നടത്തുകയും
ഈ കാര്യങ്ങൾ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നവർക്ക് വളരെ പുണ്യം കിട്ടുമെന്നാണ് ഇവിടുത്തെ പൂർവികർ സാധാരണയായി പറയാറുള്ളത്. മുഖമണ്ഡപ സമർപ്പണത്തിന് ശേഷമുള്ള പൊതുസമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി ആശംസകൾ അർപ്പിക്കും. ചടങ്ങിൽ RSS പ്രാന്ത സംഘചാലക് പ്രൊഫസർ രമേശൻ, RSS മുതിർന്ന പ്രചാരകൻ S സേതുമാധവൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി, MLA K ആൻസലൻ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം. കേരളത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്യുന്നുവെന്ന് ദേശീയ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ കണ്ടെത്തിയിട്ടും പരിശോധനകൾ കർശനമാക്കാതെ ആരോഗ്യവകുപ്പ്. ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ 56 ബാച്ചുകളിൽ 21 ബാച്ചുകൾ കേരളത്തിൽ നിന്നായിരുന്നു. ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് വീണ്ടും ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. 145% നിലവിൽ ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്ന അധിക താരിഫ്. ഫെന്റനിൽ ഇറക്കുമതിക്കെതിരെ ഏർപ്പെടുത്തിയ 20% അധിക നികുതി കൂടി ചേർത്താണ് പുതുക്കിയ നിരക്ക്. ചൈനയുമായി നേരിട്ടുള്ള വാണിജ്യ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇന്നലെ ചുമത്തിയ 125% അധിക താരിഫ് ഇന്ന് 145 ഉയർത്തി. ആദ്യഘട്ടത്തിൽ 10% താരിഫ് 50%ത്തിലേക്കും 104%ത്തിലേക്കും അമേരിക്ക ഉയർത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ പകരച്ചുങ്കം 34 നിന്ന് 84% ഉയർത്തി. തുടർന്നാണ് 104 നിന്നും 125 അമേരിക്ക അധിക താരിഫ് ഉയർത്തിയത്. ഇതിനു പുറമെയാണ് ഇന്നലെ രാത്രിയോടെ മറ്റൊരു നികുതി കൂടി ചൈനയ്ക്കുമേൽ ചുമത്തിയത്. ഫെന്റനിൽ ഇറക്കുമതി സംബന്ധിച്ച നികുതിയാണ് ഇന്നലെ കൂട്ടിച്ചേർത്തത്. 20% പുതുതായി കൂട്ടിച്ചേർത്ത നികുതി. മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന വേദന സംഹാരിയാണ് ഫെന്റനിൽ. ഫെന്റനിൽ ഇറക്കുമതിക്കെതിരെ അമേരിക്കയിൽ ശക്തമായ നികുതി സംവിധാനം ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. അധിക താരിഫ് സംബന്ധിച്ച് തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇരു രാജ്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. 75ഓളം രാജ്യങ്ങൾക്ക് ചുമത്തിയ അധിക താരിഫ് നടപടി അമേരിക്ക മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കൂട്ടത്തിൽ നിന്നും ചൈനയെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത വ്യാപാര യുദ്ധമാണ് ചൈനയുമായി അമേരിക്ക നടത്താൻ ഒരുങ്ങുന്നത് എന്നതിന് തെളിവുകളാണ് നടപടി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മുസ്ലിം രാജ്യമായ കിർഗിസ്ഥാനിൽ നിക്കാബിന് നിരോധനം. നിരോധനത്തിന് മുസ്ലിം മത അതോറിറ്റി അംഗീകാരം നൽകി. ശരീഅത്തിൽ നിക്കാബ് നിർബന്ധമല്ലെന്നാണ് അതോറിറ്റിയുടെ വിശദീകരണം. അക്രമികൾ ആക്രമണം നടത്താനായി നിക്കാബ് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിരോധനമെന്നാണ് വിശദീകരണം. മുഖം പൂർണ്ണമായി മറയ്ക്കുന്നവർക്ക് കനത്ത പിഴശിക്ഷ നൽകുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ഹഡ്സൺ നദിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 6 പേർ മരിച്ചു. സ്പാനിഷ് വിനോദസഞ്ചാരികളായ കുടുംബത്തിലെ 5 പേരും പൈലറ്റുമാണ് മരിച്ചത്. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ തലകീഴായി നദിയിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ സ്പെയിനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായ 5 പേർ മരിച്ചു. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. വിമാനത്തിന്റെ പൈലറ്റും അപകടത്തിൽ കൊല്ലപ്പെട്ടു. നദിയിൽ വിമാനം തകർന്നു വീണ ഉടൻ പരിസരത്തുണ്ടായിരുന്ന ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തി. എമർജൻസി സർവീസും രക്ഷാപ്രവർത്തനത്തിന് അടിയന്തരമായി സ്ഥലത്തെത്തുകയും ചെയ്തു. എങ്കിലും ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. അപകടം സംബന്ധിച്ച് ഫെഡറൽ ഏവിയേഷൻ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പ്രവാസി കൂട്ടായ്മയായ പയസ്വിനി അബുദാബിയുടെ ബാലവേദിയായ കളിപ്പന്തലിന്റെ അറിവിൻ പത്തായം സീസൺ 5 അരങ്ങേറി. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ക്ലാസുകൾ കൊണ്ടും കുട്ടികളുടെ സജീവ പങ്കാളിത്തവും കലാപരിപാടികളും കൊണ്ടും പരിപാടി ഏറെ ശ്രദ്ധേയമായി. ക്യാമ്പിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. UAE-യിലെ അറിയപ്പെടുന്ന പരിശീലകരായ ദിവാകരൻ കുറ്റിക്കോൽ കളിയും കാര്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയും അഭിനയത്തിലെ സർഗാത്മകത എന്ന വിഷയത്തിൽ പ്രവാസി നാടക പ്രവർത്തകൻ KV ബഷീറും ക്രാഫ്റ്റിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൃഷ്ണജ ശ്രീനാഥും ക്ലാസുകൾ എടുത്തു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.